ന്യൂ ഇയർ ഒരു എക്സലൻറ്റ് ടൈമാണ് നമുക്ക് കുറേ ഫെർട്ടിലിറ്റി ഡിസിഷൻസ് എടുക്കാനും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും റെസൊല്യൂഷൻസ് എടുക്കാനും. ന്യൂ ഇയർ റെസൊല്യൂഷൻസിനകത്ത് 2025 നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫെർട്ടിലിറ്റി റെസൊല്യൂഷൻസ് എടുക്കേണ്ട വർഷമായിട്ട് മാറ്റാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വർഷത്തിൽ എങ്ങനെ പോസിറ്റീവ് ആകാൻ നോക്കാം, എങ്ങനെ കൺസീവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പേഷ്യൻസ് അടുത്ത് പറയുന്ന പോലെ ഒരു ടൈം ഫ്രെയിം കൊടുക്കുക. ഒരു ജൂൺ അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസത്തിനകത്ത് 2025 നിങ്ങൾ കൺസീവ് ആകുന്ന രീതിയിൽ ഒരു ഫെർട്ടിലിറ്റി റെസൊല്യൂഷൻ എടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ടൊരു ഫെർട്ടിലിറ്റി കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യുക. ഒരു ഡോക്ടറെ മീറ്റ് ചെയ്തിട്ടാണെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക, എന്താണ് പ്രോബ്ലം എന്നുള്ളത് അറിയുക. രണ്ടാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുന്ന പോലെ ഡിസിഷൻ എടുക്കാം. ഹസ്ബൻഡ് വൈഫിന് ക്വിറ്റ് ചെയ്യേണ്ട ആണെങ്കിലുള്ള കാര്യങ്ങൾ നിർത്താം, ഫാസ്റ്റ് ഫുഡ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സസൈസ്, ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. നാലാമത് സ്ട്രെസ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, യോഗ, മെഡിറ്റേഷൻ. അഞ്ചാമത് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ഒരു ടൈം ബൗണ്ടായിട്ട് വളരെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 2025 നിങ്ങളുടെ റെസൊല്യൂഷൻസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി റെസൊല്യൂഷൻ എന്ന് കുഞ്ഞ് എന്നുള്ള സ്വപ്നം 2025 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഈ വർഷം ട്രൈ ചെയ്യാം.